എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കൈകൊണ്ട് എന്താംഗ്യം കാണിക്കണം എന്ന ഒരു വെപ്രാളമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാനിനി എടുത്തു പറയണ്ടല്ലോ, അത് തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് വലുതായിട്ടൊന്നുമില്ല. ഇപ്പം നിങ്ങളൊരു ക്രാഫ്റ്റ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെറുതായിട്ട് കുഞ്ഞു സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം, അത്രയേ ഉള്ളൂ. ഇതിട്ട് ജസ്റ്റ് ഞാനൊന്ന് വരച്ചൊക്കെ ഒന്ന് കാണിച്ച് തരുന്നുണ്ട്. എന്തായാലും നല്ല സ്മൂത്തിന് എഴുതാം, വരയ്ക്കാം, കളറടിക്കാം. അടുത്ത ഈ ഒരു സാധനം വാട്ടർ കളർ വലിയ സംഭവമുള്ള ഒരു കാര്യമൊന്നുമില്ല, കാരണം ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഇതുണ്ടാവും. 25 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. 15 കളറാണ് ഇതിലുള്ളത്. അത്യാവശ്യം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട്. 25 രൂപയ്ക്ക് എന്തുണ്ടോ വർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കൊള്ളാം, കുഴപ്പമില്ലാതില്ലാതില്ല. നെക്സ്റ്റ് ഈ ട്രെയിൻ പോലെ വരുന്ന ഈ ഒരു കളറ് നമ്മൾ ആമസോണിൽ നിന്ന് പണ്ടെപ്പോഴോ വാങ്ങിയതാണ്. ഇതിന് എത്ര രൂപ കൊടുത്തു എന്ന് എനിക്കൊരു ഓർമ്മയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് നഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ അതിൽ നല്ല എമൗണ്ട് ആയി, പക്ഷെ പുറത്ത് കടയിൽ നമ്മുടെ അടുത്തുനിന്ന് കടയിൽ നിന്ന് ഇത്രയും എമൗണ്ട് ആവത്തില്ലായിരുന്നു. ഇത് സൈഡിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. അതിൻ്റെ അടപ്പിൽ നമുക്ക് ഊരിയെടുക്കാം, വരയ്ക്കാം, എന്നിട്ട് ചേർത്ത് ഒട്ടിക്കാം. ഇപ്പം നിങ്ങൾ ആലോചിക്കും, നഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ ആമസോണിൽ നിന്ന് വാങ്ങിയതെന്ന്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടി. അതിൽ 800 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് ആമസോണിൽ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളാണ് ഇത്. തീർന്നില്ല, ഇതിൻ്റെ കൂടെ അടുത്ത ഈ വരുന്ന സാധനവും ഞാൻ അങ്ങനെ തന്നെ വാങ്ങിയതാണ്, ഈ പെൻസിൽ കളേഴ്സ്. അതിനു മുമ്പ് ഈ ഒരു സാധനം ഗ്ലൂ ഗണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂ സ്റ്റിക്കാണ്. 7 രൂപയ്ക്ക് വാങ്ങിയ ഇത് മെഴുകുതിരിയിലോ വല്ലതിലോ കാണിച്ച് ഉരുക്കി ഒട്ടിക്കുന്നു. പിന്നെ ഈ ഒരു ഗ്ലിറ്റർ അത് ഒരു 15 രൂപയ്ക്കോ കണ്ട വാങ്ങിയതാണ്. ആകെ ഒറ്റ ഗ്ലിറ്ററേ ഉള്ളൂ, അതായത് ഉപയോഗം വരികയാണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ 2 സാധനത്തിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ, അതിൻ്റെ കോലവും രൂപവും കാണുമ്പോഴേ മനസ്സിലാവൂലേ പഴഞ്ചൻ വസ്തു ആണെന്ന്. എന്നാലും നമ്മൾ കളഞ്ഞിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെൻസിലിൻ്റെ കാര്യം പറയാം. ഞാൻ ഓർഡർ ചെയ്തത് 48 കളറാണെങ്കിലും വന്നത് 45 കളേഴ്സേ ഉള്ളൂ. കാരണം അതിൻ്റെ പാക്കിങ് ശരിയല്ലായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഞാനിതൊരു വൗച്ചറിൽ നിന്ന് കിട്ടി ഒരു കൂപ്പൺ അടിച്ചാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 48 കളറിൽ 45എങ്കിലും കിട്ടിയല്ലോ എന്ന് സമാധാനിച്ച് ഞാൻ അതങ്ങ് യൂസ് ചെയ്തു. പിന്നെ അടുത്തതും ഇതും ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. ഇതും ഒരു വാട്ടർ കളർ തന്നെ. ഇതിനി എങ്ങനെ അടിക്കുന്നു എന്നൊന്നും കാണിക്കണ്ടല്ലോ, കാരണം വെള്ളം എടുക്കാനും അടിക്കാനും കഴുകാനും ബ്രഷ് എടുക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. സോ 12 കളറുകളുണ്ട്. അപ്പോൾ എന്നാൽ ഇത് പോട്ടെ. അടുത്തതാണ് ഇത് ഫാബ്രിക് പെയിൻ്റ് ആണ്. ഇതും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ടൈമിൽ വാങ്ങിയതാണ് ആമസോൺ. കാണുമ്പോഴേ അറിയില്ല, അതിപുരാതനമായ സാധനമാണ്. ഞാനിത് തുറന്നിട്ട് തന്നെ മാസങ്ങളോ വർഷങ്ങളോ ആയെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ചില പെയിൻറ്റിനൊന്നും കുഴപ്പമില്ല, ചില പെയിൻ്റൊക്കെ കട്ടി പിടിച്ച് അതങ്ങ് ചീത്തയായിപ്പോയി. ഇതിലൊരു പെയിൻറ്റ് ബോട്ടിൽ കാണാനില്ല, അതൊക്കെ ചൂട്ടൻ അടിച്ച് മാറ്റിയിട്ടുമുണ്ട്. പിന്നെ ഈ ഒരു കളറ് ഇപ്പോഴത്തെ ട്രെൻഡ് കളറാണ്. എസ്തെറ്റിക് ലുക്കിലുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഈ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. സംഭവം ഒരു അക്രിലിക് പെയിൻ്റാണ്. 6 കളറുകളുണ്ട്. അതിൽ 150 രൂപയെന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിലും ആ കടക്കാരൻ എൻ്റെ 135 രൂപ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഓൺലൈനിൽ നോക്കിയപ്പോൾ 180 രൂപയാണ് അവർ കൊടുത്തിരിക്കുന്ന വില. അതിന്നും കൂടുതൽ ചിലതിൽ കാണാം. അപ്പോൾ ഇതല്ലേ ലാഭം. പിന്നെ ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്, ഒരു സിൽവർ കളറ്, നല്ല മിനുക്കൊക്കെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരെണ്ണം 25 രൂപ. പിന്നെ ഈ പെൻ കളക്ഷൻ, പെണ്ണെന്ന് പറയാനൊന്നും ഒന്നുമില്ല. അതേ 2 പെൻസിലുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആകെ മൊത്തത്തിൽ 2 പെൻസിൽ. പിന്നെ ഈ ഒരു പേന, ഇത് കളർ പേന, അറിയാലോ, ടിക്ക് അടിക്കാം. 8 നിറങ്ങളുള്ള കളർ പേന. പിന്നെ ഈ ഒരു ജെല്ലിൻ്റെ റെഡ് ഇങ്ക് സൂപ്പർ പേനയാണ്, അടിപൊളി. ആരോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ട് തന്നതാണ്. എന്തായാലും നല്ല സെറ്റ് ഒരു പേനയാണ്. പിന്നെ പേരിന് വേണ്ടിയിട്ട് ഒരു മാർക്കർ. എൻ്റെ കയ്യിൽ വേറെയും മാർക്കർ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ തെളിയാതായിപ്പോൾ മഷി തീർന്നു. പിന്നെ ഗ്ലിറ്റർ പെന്ന്, പേരിന് വേണ്ടി ഒരെണ്ണം. ഇതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് വാങ്ങി വെക്കാത്തതും. പിന്നെ ബ്ലാക്ക് പെൻ, അത് 4 എണ്ണം ഉണ്ട്. ഇതിൽ 2 എണ്ണം തെളിയാത്തതാണ്.
ഇത് കാണുമ്പോഴേ അറിയാം, കാരണം രണ്ടെണ്ണത്തിൽ ആ ക്യാപ്പിൻ്റെ ക്ലിപ്പിൽ ഗോൾഡിൻ്റെ പേരൊന്നും മങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഇത് പുതിയതായതുകൊണ്ട് ആ ഗോൾഡ് പേര് നല്ല കത്തി നിൽക്കണുണ്ട്. ഇനി ഈ സ്റ്റിക്കറിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഈ സെല്ലോ ടൈപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് ചെറിയ സൈസ്, ഒന്ന് വലിയ സൈസ്. ചെറിയ സൈസിന് 10 രൂപയും വലിയ സൈസിന് 50 രൂപയായിരുന്നു. പിന്നെ ഈ ഡബിൾ സൈഡ് ടേപ്പ് എൻ്റെ കയ്യിൽ ചെറിയ സൈസാണുള്ളത്, വലിയ സൈസ് തീർന്നു പോയി. ഈ ടേപ്പാണ് ഇപ്പം നിലവിൽ ഒരു ട്രെൻഡായിട്ടുള്ളത്. 40-50 രൂപയായിരുന്നു. ടിഷ്യൂ ടേപ്പാണ്, ഓഡി ടിഷ്യൂ ടേപ്പ്. ഓൺലൈനിൽ ഇച്ചിരി കൂടുതലാണ് നോക്കി. ഇനി നെക്സ്റ്റ് ഐറ്റം സ്റ്റിക്കി നോട്ടാണ്. ഇത് നമ്മൾ ചുമരിലൊക്കെ ഇങ്ങനെ നമ്മുടെ നോട്ട്സൊക്കെ എഴുതി പെട്ടെന്ന് കാണാൻ ഒട്ടിച്ച് വയ്ക്കും റിമൈൻഡറായിട്ട്. പക്ഷേ ഇത് നമ്മൾ ക്രാഫ്റ്റിന് വേണ്ടി യൂസ് ചെയ്യും. ചെറിയ ചെറിയ പൂവോ കായൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് അവിടെ നിന്ന് പിച്ചെടുത്ത് 3-4 കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ സാധനത്തിനെ ഞാൻ പരിചയപ്പെടുത്താണ്ട് തന്നെ നിങ്ങൾക്കറിയാം, കാരണം ഇവൻ ഇല്ലാത്ത ഒരു വീടും കാണാം. അടുത്ത ഫെവി സ്റ്റിക്ക്. ഇത് സംഭവം ചെറുതാണേലും 15 രൂപയാണ് ഈ ഞാഞ്ഞൂല് സാധനത്തിന്. സോ നെക്സ്റ്റ് നമ്മുടെ ബ്രഷസ് ആണ്. ആകെ ഇത്ര ബ്രഷ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഈ ബ്രഷിനെ കാണുമ്പോഴേ മനസ്സിലാവും ഇതൊരു മമ്മിയാണെന്ന്, കാരണം അതിപുരാതനമായ സാധനമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് മറ്റേ എന്തോ ആണ്, ഇതിൻ്റെ വാട്ടർ ബ്രഷോ അങ്ങനെ എന്തോ ആണ്. കാരണം വെള്ളം നിറച്ചിട്ട് ഇതിൽ അടയ്ക്കാൻ പറ്റും, വെള്ളം നിറച്ചിട്ട് ഇതിൽ അടിക്കാൻ പറ്റും. ഈ ബ്രഷ് ക്യാൻവയുടെ ഒരു ബ്രഷാണ്. ആ കിടക്കുന്നതും രണ്ടും ക്യാൻവയുടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മറ്റേ വാട്ടർ ബ്രഷിന് 30 രൂപ ആയിട്ടുള്ളൂ എങ്കിൽ ഇതിന് ഒരെണ്ണത്തിന് 45 രൂപയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും ഭേദം അത് തന്നെയാണ്. പിന്നെ സ്കെയിലിന് നമ്മൾ തന്നെ അൽക്കുലുത്ത് പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ ഒട്ടക്കോലമാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യൂട്ട് എറൈസർ, സ്ട്രോബെറി, ലവ്, പിന്നെ എന്തോ മഷ്റൂം, അങ്ങനെ എന്തൊക്കെയോ ഉള്ളത്, അങ്ങനത്തെ കുറച്ച് ക്യൂട്ട് എറൈസർ കൊണ്ട് കയ്യിൽ എല്ലാം കാണിക്കുന്നു. അപ്പം ഇതിനെ കൂടി കാണിക്കണ്ടേ. ഇത് കങ്കാരുവിൻ്റെ സ്റ്റാപ്ലെയർ പിന്നെ എൻ്റെ കയ്യിലുള്ള 2 ടേപ്പുകൾ, ഒരു ബ്ലൂവും, ഒന്നിന് 5 രൂപയോ 7 രൂപയോ ആണ് വില. ഇനി ഇത് വളരെ ശോഷിച്ച ചിതലരിച്ച എൻ്റെ ബ്ലേഡാണ്. വെറും 5 രൂപയേ ഉള്ളൂ. നമ്മൾ ഒരു ലേസ് വാങ്ങുന്ന വില അത്രയേ ഉള്ളൂ. ഇത് ക്ലേ കൊണ്ടുള്ള പരിപാടി ചെയ്തപ്പോൾ വെള്ളമൊക്കെ നനച്ച് അങ്ങ് തുരുമ്പിച്ചു പോയി. ഇനി ഇതൊന്ന് മാറ്റണം. പിന്നെ 2 കത്രിക. ഇത് മനസ്സിലായല്ലോ, പുരാവസ്തുവാണ്. അടുത്ത ഈ കത്രിക എന്ന് പറയുന്നത് മീൻ വെട്ടുന്ന കത്രികയാണ്. അതായത് മീൻ വെട്ടിയിട്ടില്ല, അതിന് യൂസ് ചെയ്യുന്ന കത്രികയാണ്. അപ്പോൾ ഇതിൻ്റെ മൂർച്ച എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. സാധാ ബുക്കല്ലാണ്ട് സ്പെഷ്യലായിട്ട് സംതിങ് സ്പെഷ്യലായിട്ടുള്ള ബുക്ക് ഇത് 2 മാത്രമാണ്. ചെറിയൊരു ഡ്രോയിങ് ബുക്കും പിന്നെ ഒരു ജേർണൽ ബുക്ക് പോലത്തെ പിന്നെ വന്നിട്ട് ഒരു ഡയറി ഉണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ ഡയറിയാണ്. അത് കാണിക്കാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ അമ്മാതിരി വേലത്തരങ്ങളെല്ലാം വരച്ച് കുറിച്ച് കീറി വാരിയൊക്കെ വച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹെൻസൂട്ടീൻ്റെ വകയും. പിന്നെ ഇത് തുറന്നപ്പോഴാണ്, മുമ്പ് ഞാൻ ഒരു ഷോർട്സിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കോഴിപ്പൂ വെച്ചിട്ട് നമ്മളൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയത്. ആ സംഭവം നല്ല റോസ് പിങ്ക് കളറിൽ ഇരുന്നതാണ്. അതിങ്ങനെ പൂത്തു ഉണങ്ങി ഇങ്ങനെ ആയി. പക്ഷേ ഉണങ്ങിയപ്പോഴും അതിൻ്റെ ഭംഗിക്ക് കുറവൊന്നുമില്ല, കൊള്ളാം. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇത് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കഥ പറയും പോലെ ഇങ്ങനെ വരച്ചിട്ട് ഇതെൻ്റെ ഹെൻസുട്ടിയുടെ കൈ വെച്ചിട്ടൊക്കെ ഞാൻ ഓരോന്ന് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എന്തെല്ലാമോ അതിൻ്റെ അകത്തുണ്ട്, പറയാനും പറ്റൂല കാണിക്കാനും പറ്റൂല, അങ്ങനെ എന്തെല്ലാമൊക്കെ കണ്ടില്ലേ, ജേർണലെന്നും പറഞ്ഞ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ സൈഡിൽ ഭംഗിക്ക് വയ്ക്കുന്ന ഈ ക്യാറ്റ് ഒരു പെൻസിൽ കെട്ടിയാണ്. നല്ല സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ആ വീഡിയോൻ്റെ സൈഡിൽ വെച്ചിരിക്കും. പിന്നെ ഈ മുനവെട്ടിയും അത് നമ്മൾ തന്നെ വരച്ച് വർണ്ണശലഭമാക്കി ഭംഗി വരുത്തിയതാണ്. ഇതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മറ്റേ അടപ്പിൽ, മരുന്ന് ഉപ്പിൻ്റെ അടപ്പിൽ ഉണ്ടാക്കിയതാണ്. ഇതും ഞാൻ ഉണ്ടാക്കിയത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. പിന്നെ ഈ വാട്ടർ മെലൻ ഒരു ബേബീൻ്റെ ഷോക്സിൽ ഇരുന്നതാണ്, അതായത് എൻ്റെ സിസ്റ്റർ മോൻ്റെ. അത് ഇളകിപ്പോയപ്പോൾ എനിക്കിങ്ങ് തന്നു. അതിനെ ഞാനൊരു ഭംഗിക്ക് കൂടെ കൂട്ടും. പിന്നെ ഈ ടേബിൾ ഉണ്ടാക്കിയ കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് വിവരിച്ച് തന്നെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതും ക്ലേയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ബാക്കൊന്നും കാണണ്ട, ഫ്രണ്ട് മാത്രം കണ്ടാൽ മതി. ഇനി വലിച്ചു വാരി ഇട്ടതൊക്കെ ആര് വൃത്തിയാക്കും? ഞാൻ തന്നെ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരാൻ സമയമായി. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെല്ലാമോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.